ഡിയർ സ്റ്റുഡൻസ്, കൊളോയിഡ്സിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളോയിഡ്സിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് കൊളോയിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് പാർട്ടിക്കിൾസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. Based on the type of particles, colloids can be classified into three. Based on the type of particles, colloids can be classified into three. They are multimolecular colloids, macromolecular colloids, and associated colloids. പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കൊളോയിഡൽ സൈസ് അറ്റൈൻ ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്, മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് multimolecular colloids. In these colloids, a large number of atoms or smaller molecules of a substance aggregate together to form a species having colloidal size. ഇതിനകത്തെ ഓരോ സിംഗിൾ പാർട്ടിക്കിൾ എടുത്താൽ അതിന് സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിലും താഴെയാണ്. അങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്നാണ് അവർ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് കൊളോയിഡൽ സൈസ് അറ്റൈൻ ചെയ്താണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. മൾട്ടി മീൻസ് മെനി, മെനി മോളിക്യൂൾ കമ്പൈൻ ചെയ്ത് കൊളോയിഡൽ സൈസ് അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. ആ പാർട്ടിക്കിളുകൾ എപ്പോഴും ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്നേ നിൽക്കത്തുള്ളൂ. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേരുമ്പോൾ 1 to 1000 നാനോമീറ്ററിൽ ഇടയിലായി കൊളോയിഡൽ സൈസ് അറ്റൈൻ ചെയ്യുന്നവയാണ് ഈ പറഞ്ഞിരിക്കുന്ന കൊളോയിഡൽ സൊല്യൂഷൻസ്. അതുകൊണ്ട് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ്. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്ന് കൊളോയിഡൽ സൈസ് അറ്റൈൻ ചെയ്തിരിക്കുന്നതിന് എക്സാമ്പിൾ ആണ് സൾഫറിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ, ഗോൾഡ്, പ്ലാറ്റിനം തുടങ്ങിയവയുടെ കൊളോയിഡൽ സൊല്യൂഷനുകൾ. അടുത്തത് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ആണ്. ഇൻ ദീസ് കൊളോയിഡ്സ് ദ സിംഗിൾ പാർട്ടിക്കിൾ ഇറ്റ്സെൽഫ് ഹാസ് ദ കൊളോയിഡൽ സൈസ്. ഇതിനകത്ത് ഓരോ പാർട്ടിക്കിളിനും കൊളോയിഡൽ സൈസ് ഉണ്ട്. അതേസമയം മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സിലാണെങ്കിൽ സിംഗിൾ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്താൽ അതിനകത്ത് അത് ട്രൂ സൊല്യൂഷനെ പോലെയാണ്. അതിലെ പാർട്ടിക്കിളുകളുടെ സൈസേ ഉള്ളൂ, 1 നാനോമീറ്റർ താഴെയാണ്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്കിൾ അങ്ങനെ സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യും? 3, 4, 5 അല്ലെങ്കിൽ 8, 10, 100 പാർട്ടിക്കിൾ ഒരുമിച്ച് ചേർന്നേ നിൽക്കുള്ളൂ. അങ്ങനെ നിൽക്കുന്നത് വഴി അവർ ആരായിട്ട് മാറുവാണ്? കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് മാറുകയാണ്. എന്നാൽ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സിൽ എങ്ങനെയാണ്? സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ സിംഗിൾ പാർട്ടിക്കിളിന് തന്നെ കൊളോയിഡൽ സൈസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ചിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ, അതുപോലെ തന്നെ സെല്ലുലോസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ തുടങ്ങിയതൊക്കെ. ഏതിന്റെയൊക്കെയാണ്? നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാം. സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ തുടങ്ങിയ കൊളോയിഡൽ സൊല്യൂഷനുകളെല്ലാം ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. കൊളോയിഡൽ സൊല്യൂഷനുകൾക്ക് എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, അതുപോലെ തന്നെ പ്രോട്ടീൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസെല്ലസ് എന്നാണ്. These are the colloids which behave as normal electrolytes at low concentration but get associated at higher concentration and behave as colloids. നോർമൽ കോൺസെൻട്രേഷനിൽ ഇലക്ട്രോലൈറ്റിനെ പോലെ, അതായത് സൊല്യൂഷനെ പോലെ ബിഹേവ് ചെയ്യുകയും, അതായത് പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്റർ കുറവായിരിക്കും. എന്നാൽ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ പാർട്ടിക്കിളുകൾ ഒരുമിച്ച് ചേർന്ന് എന്തായിട്ട് മാറും? കൊളോയിഡ്സ് ആയിട്ട് മാറും. അതിനെയാണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസെല്ലസ് എന്ന് പറയുന്നത്. ഇതും മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അസോസിയേറ്റഡ് കൊളോയിഡ്സ് എപ്പോഴേ ഫോം ചെയ്യുള്ളൂ? ഹയർ കോൺസെൻട്രേഷൻ മാത്രമേ ഫോം ചെയ്യത്തുള്ളൂ. ലോവർ കോൺസെൻട്രേഷൻ അവർ സൊല്യൂഷനെ പോലെ ബിഹേവ് ചെയ്യും. എന്നാൽ മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സിന് കോൺസെൻട്രേഷൻ യാതൊരു ഇഫക്റ്റും ഇല്ല. ലോ കോൺസെൻട്രേഷൻ ആണെങ്കിലും ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിലും ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുമിച്ച് ചേർന്നാണ് നിൽക്കുന്നത്. അതാണ് മൾട്ടിമോളിക്കുലാർ കൊളോയിഡ്സും അസോസിയേറ്റഡ് കൊളോയിഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മിസെല്ലസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് 100 അതിലധികമോ പാർട്ടിക്കിളുകൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടാവും. അടുത്ത നോക്കുക. ദ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എബവ് വിച്ച് മിസെല്ലസ് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ഇങ്ങനെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചറിന് മുകളിലാണോ അതിനെ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ TK എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ദ കോൺസെൻട്രേഷൻ എബവ് വിച്ച് മിസെല്ലസ് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ മിസെല്ലസ് കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിലെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത് ഏത് കോൺസെൻട്രേഷന് മുകളിലാണോ ആ കോൺസെൻട്രേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസെല്ലസ്
കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ CMC. അങ്ങനെയുള്ള അസോസിയേറ്റഡ് കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ് സോപ്പ്, അതുപോലെ തന്നെ മറ്റ് സിന്തറ്റിക് ഡിറ്റർജന്റുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിസെല്ലസ് ഫോർമേഷന്റെ മെക്കാനിസം സോപ്പ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആദ്യം സോപ്പ് എന്താണെന്ന് നോക്കാം. സോപ്പ് ഈസ് സോഡിയം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ജനറൽ ഫോർമുലയാണ് RCOON. ഹയർ ആസിഡുകളുടെ സോഡിയം സോൾട്ട് ആണ്. അതായത് ഹയർ ആസിഡുകളിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി പകരം സോഡിയം വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏത്? സോപ്പ്. അങ്ങനെയുള്ള ഒരു സോപ്പിന് എക്സാമ്പിൾ ആണ് സോഡിയം സ്റ്റിയറേറ്റ്. സോഡിയം സ്റ്റിയറേറ്റ് ഫോർമുലയാണ് C17H35COONA. ഇനി എന്താണ് ഇതിന് സംഭവിക്കുന്നത്, ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് മിസെല്ലസ് ഫോർമേഷൻ നടക്കുന്നത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇറ്റ് ഡിസോസിയേറ്റ് ആസ് RCO- ആൻഡ് Na+. RCOONA എന്ന ജനറൽ ഫോർമുല വെച്ചാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ സോപ്പ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് പാർട്ടായിട്ട് മാറുന്നു, RCO- എന്നും Na+ എന്നും. The RCO- consists of two parts, hydrophilic part CO- and hydrophobic part R. അങ്ങനെയുള്ള RCO- രണ്ട് പാർട്ട് ഉണ്ട്. ഹൈഡ്രോഫിലിക് അതായത് വാട്ടർ ലവിങ് ആയിട്ടുള്ള CO- വാട്ടർ ഹേറ്റിംഗ് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള R എന്ന് പറയുന്ന പാർട്ട്. CO- വാട്ടർ ലവിങ് ആവാനുള്ള കാരണം അത് ചാർജ് ഉള്ള സ്പീഷീസ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് പോളാർ ചാർജ് ഉള്ള സ്പീഷീസാ. വാട്ടറിലെ ഓക്സിജന് ഡെൽറ്റ നെഗറ്റീവും ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവും. ചാർജ് ഉള്ള സ്പീഷീസിന് അതായത് പോളാറിനും പോളാറിനോട് താല്പര്യമുണ്ട്. അതേസമയം R എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്, ചാർജ് ഇല്ലാത്ത സ്പീഷീസ്. നോൺ പോളാറിന് നോൺ പോളാറിനോടെ താല്പര്യമുള്ളൂ, പോളാറായ വാട്ടറിനോട് താല്പര്യമില്ല. അതാണ് അത് ഹൈഡ്രോഫോബിക് ആയിരിക്കുന്നത്. ഇനി സോഡിയം സ്റ്റിയറേറ്റ് എന്നതിന്റെ ഫോർമുലയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. C17H35COONA എന്ന് പറയുന്ന മോളിക്യൂളാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിപ്പോൾ കിട്ടുന്ന RCO- എന്ന് പറയുന്ന അതിന്റെ പാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് R പാർട്ട് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിൽ വരുന്ന ഇത്രയും ഭാഗം C17H35 എന്ന് പറയുന്നത് എന്താണ്? R ആണ്. COO- ആണ് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി സാധാരണ നമ്മൾ ഇതിനെ സിമ്പൽ ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. ആ സിമ്പലാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് സോപ്പിന്റെ മിസെല്ലസ് ആക്ഷൻ അല്ലെങ്കിൽ ക്ലീനിക് ആക്ഷൻ നടക്കുന്നത് എന്ന് നോക്കാം. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അറ്റ് ലോ കോൺസെൻട്രേഷൻ ദ RCO- ions are therefore present on the surface with their CO- group in water and are arranged in such a way that are staying away from it and remains at the surface. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോവർ കോൺസെൻട്രേഷനിൽ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? ലോവർ കോൺസെൻട്രേഷൻ കുറവായിരിക്കുമ്പോൾ RCO- എങ്ങനെയാണ് വാട്ടറിനകത്ത് നിൽക്കുന്നത്? അതിനകത്ത് CO-, ഇതാണ് ഈ സർക്കിൾ കൊണ്ട് കാണിച്ചിരിക്കുന്ന CO- എന്ന് പറയുന്ന വാട്ടറിനകത്തും ഹൈഡ്രോ കാർബൺ പാർട്ട് സർഫസിൽ നിന്ന് പുറത്തേക്കുമായിട്ട് സർഫസിലാണ് ഈ യൂണിറ്റ് കാണുക. രണ്ട് മോളിക്യൂളുകളെ ഉള്ളെങ്കിൽ അവർ രണ്ടുപേരും സർഫസിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് CO- വാട്ടറിനുള്ളിലും ഹൈഡ്രോ കാർബൺ പാർട്ട് സർഫസിൽ നിന്ന് വാട്ടറിൽ നിന്ന് വെളിയിലേക്കായിട്ട് നിൽക്കും. 4 മോളിക്യൂൾ ആണെങ്കിൽ സർഫസിന് ആവശ്യത്തിന് സ്പേസ് ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യും. അതേസമയം കോൺസെൻട്രേഷൻ കൂടിക്കൂടി വന്ന് മിസെല്ലസ് കോൺസെൻട്രേഷൻ, ക്രിട്ടിക്കൽ മിസെല്ലസ് കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ സർഫസിൽ ആവശ്യമായ സ്പേസ് ഇല്ലാതെ വരിക. അപ്പൊ സർഫസിൽ നിൽക്കാവുന്ന അത്രയും മോളിക്യൂൾ അവിടെ നിന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ പിന്നെ ബൾക്കിനുള്ളിലേക്ക്, ഈ വെള്ളത്തിനുള്ളിലേക്ക് വന്നേ മതിയാവും. അങ്ങനെ വരുമ്പോൾ അവർ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? അതിനകത്തെ വാട്ടറിനോട് താല്പര്യമുള്ള CO- എന്ന് പറയുന്ന പാർട്ട് പുറത്തും വാട്ടറിനോട് താല്പര്യമില്ലാത്ത ഹൈഡ്രോ കാർബൺ പാർട്ട് അകത്തുമായിട്ട് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു മോളിക്യൂൾ ആയിട്ട് മാറും. അത് 100 അതിലധികമോ മോളിക്യൂൾ ഒരുമിച്ച് ചേരും. അപ്പൊ അവർ ഇത്രയും പേര് ഒരുമിച്ച് ചേരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വാട്ടറിനോട് താല്പര്യമില്ലാത്ത ഹൈഡ്രോ കാർബൺ പാർട്ട് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ അതിനുള്ളിലേക്കായിട്ട് നിൽക്കുകയും സർഫസിൽ മുഴുവൻ വാട്ടറിനോട് താല്പര്യമുള്ള CO- മാത്രമായിട്ട് നിൽക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോളിക്യൂൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് ചേർന്ന് കാണപ്പെടുന്നത്. അപ്പൊ ലോവർ കോൺസെൻട്രേഷൻ ആവശ്യത്തിന് സ്പേസ് ഉള്ളത് കൊണ്ട്, സർഫസിൽ സ്ഥലമുള്ളത് കൊണ്ട് CO- യൂണിറ്റുകളൊക്കെ സർഫസിൽ നിന്ന് വാട്ടറിനകത്തേക്കും അതേസമയം ഹൈഡ്രോ കാർബൺ പാർട്ടൊക്കെ സർഫസിൽ നിന്ന് വാട്ടറിന് വെളിയിലേക്കുമായിട്ട് നിൽക്കും. എന്നാൽ CMC ക്രിട്ടിക്കൽ മിസെല്ലസ് കോൺസെൻട്രേഷൻ എത്തിക്കഴിയുമ്പോൾ സർഫസിൽ ആവശ്യത്തിന് സ്പേസ് ഇല്ല, മോളിക്യൂളുകളുടെ കോൺസെൻട്രേഷൻ കൂടി. അങ്ങനെ വരുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? 100 അതിലധികമോ മോളിക്യൂൾ ചേർന്ന് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഉണ്ടാവും. എങ്ങനെ? വാട്ടറിനോട് താല്പര്യമുള്ളവർ സർഫസിലും വാട്ടറിനോട് താല്പര്യമുള്ളവർ അതിന്റെ ഉൾഭാഗത്തുമായിട്ട് സ്ഫെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യും. അതിന്റെ ഡയഗ്രമാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നതാണ് സോപ്പിന് ക്ലീനിങ് ആക്ഷൻ കൊടുക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി അതിന്റെ അടുത്ത പാട്ട് നോക്കാം. ബട്ട് അറ്റ് ക്രിട്ടിക്കൽ മിസല്ലസ് കോൺസെൻട്രേഷൻ ദ അനിയോൺസ് എന്ന് പറഞ്ഞാൽ CO മൈനസ് ആർ പുൾഡ് ഇൻ ടു ദ ബൾക്ക് ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് അഗ്രിഗേറ്റഡ് ടു ഫോം എ സ്പെറിക്കൽ ഷേപ്പ് വിത്ത് their hydrocarbon chains pointing towards the center of the sphere with the COO minus part remaining outward on the surface of the sphere. ക്രിട്ടിക്കൽ മിസല്ലസ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? ഈ RCO മൈനസ് ബൾക്കിനുള്ളിലേക്ക് വന്നേ മതിയാവും, അതിനുള്ളിലേക്ക് എത്തിപ്പെടും. അങ്ങനെ വന്നു വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഒരുമിച്ച് ചേർന്ന് ഏത് ഷേപ്പ് അറ്റൈൻ ചെയ്യും? സ്ഫെറിക്കൽ ഷേപ്പ്. എങ്ങനെയാണ്? ഹൈഡ്രോ കാർബൺ പാർട്ട് എന്താണ്? ആ സ്ഫിയറിന്റെ സെന്ററിലും CO മൈനസ് എങ്ങനെയാണ്? അതിന്റെ സർഫസിലും ആയിട്ട്. അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസല്ലസ് എന്ന് പറയും. RCO മൈനസ് എന്ന് പറയുന്ന ആനയോൺ അല്ലേ, ചാർജ്ഡ് സ്പീഷീസ് അല്ലേ, അതുകൊണ്ട് അവരെ നമുക്ക് അയോണിക് മിസല്ലസ് എന്ന് വിളിക്കാം. ഈ മിസല്ലസിനകത്ത് സാധാരണഗതിയിൽ 100 അതിലധികമോ മോളിക്യൂളുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോവർ കോൺസെൻട്രേഷനിലുള്ള ഹയർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മിസല്ലസ് കോൺസെൻട്രേഷനിലുമുള്ള അസോസിയേറ്റഡ് കൊളോയിഡ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതിന്റെ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ലോവർ കോൺസെൻട്രേഷനിലുള്ളത്, ഇത് ക്രിട്ടിക്കൽ മിസല്ലസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കോൺസെൻട്രേഷനിൽ എങ്ങനെയാണ് അയോണിക് മിസല്ലസ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് കൊളോയിഡ് ഫോം ചെയ്യുന്നത് എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ അസോസിയേറ്റഡ് കൊളോയിഡ് ക്ലീനിങ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നോക്കാം. വെൻ സോപ്പ് ഈസ് ആഡഡ് ടു ഡർട്ടി ക്ലോത്ത് ഇൻ വാട്ടർ ദ സോപ്പ് മോളിക്യൂൾസ് ഫോം മിസല്ലസ്. എന്ത് ചെയ്യുക? തുണി മുക്കി ചെളിയുള്ള തുണി മുക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്യുകയും അതിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിയുമ്പോൾ മിസല്ലസ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ മിസല്ലസ് കോൺസെൻട്രേഷൻ അതിൽ എന്ത് ചെയ്യും? അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആയിട്ട് ഫോം ചെയ്യും. ആ അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? അതെങ്ങനെ അസോസിയേറ്റഡ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ്? ഫോം അറൌണ്ട് ദ ഓയിൽ ഡ്രോപ്ലെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ്, ഓയിൽ ഡ്രോപ്ലെറ്റിന് ചുറ്റുമായിട്ട്, അതായത് നമ്മുടെ ചെളി എന്ന് പറയുന്നത് ഓയിലോ അല്ലെങ്കിൽ ഫാറ്റോ ഒക്കെയാണ്, അതാണ് അതിന് ചുറ്റുമായിട്ടാണ് ഫോം ചെയ്യുക. ഓയിൽ അല്ലെങ്കിൽ ചെളി എന്ന് പറയുന്നത് സാധാരണ നോൺ പോളാർ. അപ്പൊ നോൺ പോളാർ ആയതുകൊണ്ട് നമ്മുടെ RCO മൈനസിലെ ആരോട് താല്പര്യ? ഈ ഫാറ്റിനോട് അല്ലെങ്കിൽ ഓയിലിനോട് താല്പര്യം. അപ്പൊ അവരെന്ത് ചെയ്യും? ഫാറ്റ് അല്ലെങ്കിൽ ഓയിലിലേക്കും അതേപോലെ സമയം അതിലെ CO മൈനസ് വാട്ടറിലുമായിട്ട് അവരിങ്ങനെ അസോസിയേറ്റഡ് കൊളോയിഡ് ഫോം ചെയ്യും. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ അത് വാഷ് ചെയ്ത് വെള്ളം കളയുമ്പോൾ വെള്ളത്തിന്റെ കൂടെ ആര് പോരും? ഈ സോപ്പിനകത്ത് RCO മൈനസിലെ CO മൈനസ് പോരും. അതിന്റെ അറ്റത്ത് ആരുണ്ട്? ഹൈഡ്രോ കാർബൺ ഉണ്ട്. ആ ഹൈഡ്രോ കാർബണോട് ചേർന്ന് ആര് നിപ്പുണ്ട്? നമ്മുടെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ഡേർട്ട് ഉണ്ട്. ആ ഡേർട്ടും അതിന്റെ കൂടെ പോരും. അങ്ങനെയാണ് ക്ലീനിങ് ആക്ഷൻ നടക്കുന്നത്. ഇനി ദ ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറഞ്ഞാൽ CO മൈനസ് ആണ്. ആർ ലെഫ്റ്റ് ടു ദി ഫേസ് ദ സറൗണ്ടിങ് വാട്ടർ. അവരെവിടെയാണ് നിൽക്കുന്നത്? വെള്ളത്തിലേക്കാണ് നിൽക്കുന്നത്. അതേസമയം ഹൈഡ്രോഫോബിക് എവിടെയാണ് നിൽക്കുന്നത്? ഓയിൽ അല്ലെങ്കിൽ ഡേർട്ട്, ചെളിയിലേക്കാണ് ബോണ്ട് ഉണ്ടാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആര് പോരും? CO മൈനസ് പോരും. CO മൈനസിന്റെ കൂടെ അതിന്റെ അറ്റത്തുള്ള ഹൈഡ്രോ കാർബൺ പോരും. ഹൈഡ്രോ കാർബണിന്റെ കൂടെ അതിനോട് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡേർട്ട് അല്ലെങ്കിൽ ഓയിലും പോരും. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ബോൾ ലൈക്ക് സ്ട്രക്ചർ. മിസല്ലസ് ഫോം ചെയ്യും. ദ നോൺ പോളാർ സബ്സ്റ്റൻസസ് സച്ച് ആസ് ഓയിൽ ഓർ ഗ്രീസ് ആർ ഹെൽഡ് ഇൻസൈഡ് ദ ബോൾ ആൻഡ് സസ്പെൻഡഡ് ഇൻ വാട്ടർ ടു ബി എ വാഷ്ഡ് അവേ. അതെന്ത് ചെയ്യുക? അങ്ങനെ അതുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത ആ സാധനം എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ വെള്ളത്തിന്റെ കൂടെ വാഷ് ചെയ്ത് പുറത്തേക്ക് നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്തത് എങ്ങനെയാണ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത്? കൊളോയിഡ്സ് ഫോം ചെയ്യാനുള്ള 3 മെത്തേഡാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് ആദ്യത്തെ മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് എങ്ങനെയാണെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ വഴി കൊളോയിഡ്സ് ഫോം ചെയ്യുക? കൊളോയിഡ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ സച്ച് ആസ് ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ ഓർ ഹൈഡ്രോളിസിസ്. അവ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിലൂടെ കൊളോയിഡ്സ് ഫോം ചെയ്യാം. അവിടെ ഒരുപക്ഷെ ഡബിൾ ഡീകമ്പോസിഷൻ ആവാൻ നടക്കുന്നത്. അതിനാണ് എക്സാമ്പിൾ ആണ് ആർസീനിയസ് ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും കൂടി ചേർന്ന് ആർസീനിയസ് സൾഫൈഡ് എന്ന് പറയുന്ന കൊളോയിഡ് സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും കൂടി ചേർന്ന് സൾഫറിന്റെ കൊളോയിഡ് സൊല്യൂഷൻ ഉണ്ടാവുന്നു. ഇവിടെ സൾഫറിന് സംഭവിക്കുന്നത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. അതല്ലെങ്കിൽ ഓറിക് ക്ലോറൈഡ്, ഗോൾഡ് ആണ് AU എന്ന് പറയുന്നത്. ഓറിക് ക്ലോറൈഡും ഫോർമാൽഡിഹൈഡും വാട്ടറും കൂടി ചേർന്ന് ഗോൾഡിന്റെ കൊളോയിഡ് സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഗോൾഡിന് ഇവിടെ സംഭവിക്കുന്ന എന്താണ്? റിഡക്ഷൻ ആണ്. ഫെറിക് ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തി ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ കൊളോയിഡ് സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്? വാട്ടർ ഉപയോഗിച്ചുള്ള റിയാക്ഷൻ, അതാണ് ഹൈഡ്രോളിസിസ് ആണ്. അപ്പം കെമിക്കൽ മെത്തേഡ് വഴി കൊളോയിഡ്സ് ഫോം ചെയ്യാം. അങ്ങനെ കൊളോയിഡ്സ് ഫോം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവിടെ ഡബിൾ ഡീകമ്പോസിഷൻ ആവാം, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആവാം, അല്ലെങ്കിൽ റിഡക്ഷൻ ആവാം, അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ആവാം.
ഈ റിയാക്ഷനുകളൊക്കെ ഒരുപക്ഷെ ചോദിക്കാം. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ട അസോസിയേറ്റഡ് കൊളോയിഡ്സ്, അതിന്റെ മെക്കാനിസം, അതിന്റെ ക്ലീനിങ് ആക്ഷൻ ഓഫ് ദി സോപ്പ്, ഇതെല്ലാം നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് ബൈ ഇലക്ട്രിക്കൽ ഡിസ്പേർഷൻ ഓർ ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ്. ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ഡിസ്പേർഷൻ ആസ് വെൽ ആസ് കണ്ടൻസേഷൻ. ഈ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്നതാണ്. ഡിസ്പേർഷനും അതോടൊപ്പം കണ്ടൻസേഷനും നടത്തിയാണ് ബ്രിഡിക്സ് ആർക്ക് മെത്തേഡിൽ കൊളോയിഡൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇത് നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് പ്ലാറ്റിനം, സിൽവർ, കോപ്പർ, ഗോൾഡ് തുടങ്ങിയതിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക. ദ മെറ്റൽ ഹൂസ് സൊല്യൂഷൻ ഈസ് ടു ബി പ്രിപ്പയർഡ്, കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് ടു ബി പ്രിപ്പയർഡ് ഈസ് മെയ്ഡ് ആസ് 2 ഇലക്ട്രോഡ് വിച്ച് ഇമേർജ് ഇൻ ഡിസ്പേർഷൻ മീഡിയം സച്ച് ആസ് വാട്ടർ എക്സെട്ര. ആരുടെയാണോ കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, ഗോൾഡിന്റെ ആണെങ്കിൽ ഗോൾഡിന്റെ 2 ഇലക്ട്രോഡുകളെ വാട്ടറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഏതിനകത്ത് കീപ്പ് ചെയ്തിരിക്കുന്നത്, ഒരു ഐസ് ബാത്തിനാണ്. ദിസ് ഡിസ്പേർഷൻ മീഡിയം ഈസ് കെപ്റ്റ് കൂൾഡ് ബൈ ഐസ്. ഇതിനെ നമ്മൾ ഐസ് എടുത്ത് വെച്ചിരിക്കുന്ന വേറൊരു വെസലിലേക്കാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തൂടെ നമ്മൾ ഇലക്ട്രിക് കറന്റ് കടത്തിവിടും. ഇലക്ട്രിക് ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്. അങ്ങനെ ഇലക്ട്രിക് കറന്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചർ കൊണ്ട് ഈ ഇലക്ട്രോഡ് രണ്ടും എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. ഇവാപ്പറേറ്റ് ചെയ്ത് വേപ്പറൈസ് ചെയ്യും. പക്ഷെ ഇതിനെ എടുത്തു വെച്ചിരിക്കുന്ന ഇതിനകത്താ, ഐസിനകത്താ. അതിന്റെ കൂളിംഗ് എഫക്റ്റ് കൊണ്ട് ഇവാപ്പറേറ്റ് ചെയ്ത സാധനം പെട്ടെന്ന് കൂള് ചെയ്ത് കണ്ടൻസ് ചെയ്ത് എന്ത് ചെയ്യും, ലിക്വിഫൈ ചെയ്ത് താഴേക്ക് വരും. അതിനകത്തെ ആ പാർട്ടിക്കിൾ, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, പ്ലാറ്റിനം ആണെങ്കിൽ പ്ലാറ്റിനം, അത് അസോസിയേറ്റ് ചെയ്ത് കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഗർ മോളിക്കൂൾ സ്മോളർ പാർട്ടിക്കിൾ ആകുക അല്ലെ, അല്ലെങ്കിൽ ഇവാപ്പറേഷൻ നടക്കുന്നത്, അത് ഡിസ്പേർഷൻ ആണ്. അങ്ങനെ ഡിസ്പേഴ്സ് ചെയ്തവരെ അതിന്റെ അവിടെ ഉണ്ടാവുന്ന ഐസ് ബാത്തിനകത്ത് വെച്ചിരിക്കുന്നുണ്ട്. കൂളിംഗ് ഇഫക്റ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ആ പാർട്ടിക്കിള് കൂളി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരുമിച്ച് ചേർന്ന് കണ്ടൻസ് ചെയ്ത് അസോസിയേറ്റഡ് മോളിക്യൂളായിട്ട് മാറും. അപ്പോൾ ഡിസ്പെർഷനും കണ്ടൻസേഷനും നടത്തുന്നത് വഴിയാണ് ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ് വഴി കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാകും. The tremendous heat generated by this method give colloidal solution. അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ് ഈ കൊളോയിഡൽ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നത്. അപ്പം പ്ലാറ്റിനത്തിന്റെ കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാവേണ്ടതെങ്കിൽ പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോഡാണ് ഇവിടെ എടുക്കുക. ഗോൾഡിന്റെ ആണെങ്കിൽ ഗോൾഡിന്റെ ഇലക്ട്രോഡ് എടുക്കും. അതാണ്, ഇങ്ങനെയാണ് ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ് വഴി കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. The colloidal solution prepared is stabilized by adding a small amount of potassium hydroxide to it. ഇത് സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് അല്പം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ചേർക്കാറുണ്ട്. അടുത്തത് ബൈ പെപ്റ്റൈസേഷൻ. മൂന്നാമത്തെ കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്, പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത്. പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നതിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് പറയാം. ഇതിനകത്ത് നടക്കുന്ന ഇതാണ്. ഇതിനകത്ത് എന്താണ്, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഇൻറ്റു കൊളോയിഡൽ ഫോം. ഇതിനകത്തെ പ്രസിപ്പിറ്റേറ്റിനെയാണ് ഏതാക്കി മാറ്റുന്ന, കൊളോയിഡ്സ്. എങ്ങനെയാണ്, ബൈ ദ അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ ഇലക്ട്രോഡ്. പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഏതാണ്, ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഓർ പ്രസിപ്പിറ്റേറ്റ് ഇൻറ്റു കൊളോയിഡ് ഫോം ബൈ ദ അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ ഇലക്ട്രോയിഡ്. സൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ്സ് ആക്കി മാറ്റുന്നതിന് പറയുന്ന പേരാണ് പെപ്റ്റൈസേഷൻ. കോസ് ഓഫ് പെപ്റ്റൈസേഷൻ ഈസ് ദ അഡ്സോർപ്ഷൻ ഓഫ് ദി അയോൺസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ബൈ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി പ്രസിപ്പിറ്റേറ്റ്. ഈ പാർട്ടിക്കിളിന്റെ സർഫസിൽ എന്ത് ചെയ്യും, ചാർജുള്ള ഏതെങ്കിലും സ്പീഷീസ് വന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പാർട്ടിക്കിൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നായിട്ട് മാറും. അങ്ങനെ മാറുന്നത് വഴി അത് കൊളോയിഡൽ സൈസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചില കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ് ഷുഗർ, ഗം, ജെലാറ്റിൻ, ഇലക്ട്രോലൈറ്റ്. അപ്പൊ പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റിനെ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കൊളോയിഡൽ സൊല്യൂഷൻ ആക്കുന്നതിനെയാണ് ഏത് പേര് പറയുന്നത്, പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എങ്ങനെയൊക്കെ കൊളോയിഡൽ സൊല്യൂഷനെ പ്യൂരിഫൈ ചെയ്യാം. കൊളോയിഡൽ സൊല്യൂഷനകത്ത് പ്രധാനമായിട്ടും പല ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോണുകളുണ്ട്. ഒരു മിനിമം ക്വാണ്ടിറ്റി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോണുകൾ ഉള്ളത് കൊളോയിഡൽ സൊല്യൂഷന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണമാവും. പക്ഷെ അത് വളരെ കൂടിയ അളവിൽ ഉണ്ടായാൽ അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നതിന് കാരണമാവും. അതുകൊണ്ട് അധികമുള്ള ഇലക്ട്രോലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. അങ്ങനെ അധികമുള്ള ഇലക്ട്രോലൈറ്റിനെ നീക്കം ചെയ്യുന്നതിനെയാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ ഇമ്പ്യൂരിറ്റീസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്സ് ടു ദ minimum required level is known as purification of colloidal solution. അങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നതിന് 3 മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. There are 3 common methods used for purification of colloids. They are dialysis, electrodialysis and
അൾട്രാഫിൽട്രേഷൻ. എന്താണ് ഡയാലിസിസ് എന്ന് നോക്കാം. ഡയാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡ്സ് ഫ്രം ദോസ് ഓഫ് ക്രിസ്റ്റലോയിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ആണ്, ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ സ്യൂട്ടബിൾ മെംബ്രെയിൻ. സ്യൂട്ടബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് കൊളോയിഡ്സിനെ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്റ്റലോയിഡ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് കനോട്ട് പാസ് ത്രൂ എ സെല്ലോഫൈൻ മെംബ്രെയിൻ വൈൽ ദ അയോൺസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ക്യാൻ പാസ് ത്രൂ ഇറ്റ്. ഈ മെംബ്രെയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുള്ള ഹോൾസ് തീരെ ചെറുതാ. അതുകൊണ്ട് ഇതിൽ കൂടി കൊളോയിഡൽ പാർട്ടിക്കിളിന് പുറത്തേക്ക് പോകാൻ പറ്റിയല്ല, പക്ഷേ അയോണുകൾക്ക് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിന് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പം പ്യൂരിഫൈ ചെയ്യാനുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയ സോൾവെന്റ് അല്ലെങ്കിൽ വാട്ടറിനകത്ത് എടുത്ത് വെക്കുക. എങ്ങനെയാണ്, നമ്മുടെ സെമി പെർമിയബിൾ മെമ്പറിനകത്ത് കൊളോയിഡൽ സൊല്യൂഷൻ എടുത്ത് വാട്ടർ എടുത്ത് വെച്ചിരിക്കുന്ന വേറൊരു വാട്ടർ ബാത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബീക്കറിലേക്ക് ഇമേഴ്സ് ചെയ്തു. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ വാട്ടറിനകത്തേക്ക് എന്ത് ചെയ്യും, ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഈ പെർമിയബിൾ മെംബ്രെയിൻ വഴി കടന്നു പോരും. പക്ഷെ കൊളോയിഡൽ സൊല്യൂഷൻ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോരാൻ സാധിക്കത്തില്ല. എന്നിട്ട് ഈ വാട്ടർ എന്താ, റണ്ണിങ് വാട്ടർ, ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വാട്ടർ കയറി ഇറങ്ങി പോവുക. ആ വാട്ടർ പോകുന്ന കൂട്ടത്തിൽ ഈ മെംബ്രെയിനിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇമ്പ്യൂരിറ്റീസും അതിൻ്റെ കൂടെ വെളിയിലേക്ക് പോകും. അങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുക. ഇനി നേരെ മറിച്ച് നമ്മൾ അല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വെസലിൽ വാട്ടർ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, ഈ പെർമിയബിൾ മെംബ്രെയിൻ വഴി പുറത്തേക്ക് വരും. ഇപ്പൊ ഇത് ബ്ലഡ് എടുത്ത് വെച്ചിരിക്കുന്നത്, ബ്ലഡിന്റെ എന്ന് പറയുന്ന കൊളോയിഡൽ സൊല്യൂഷനാണ്. ബ്ലഡ് പാർട്ടിക്കിളുകളുടെ സൈസ് വലുതായതുകൊണ്ട് അവർക്ക് ഈ പെർമിയബിൾ മെംബ്രെയിൻ വഴി പുറത്തേക്ക് പോരാൻ സാധിക്കത്തില്ല. പക്ഷെ ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസിന്റെ ഒക്കെ സൈസ് ചെറുതായതുകൊണ്ട് അവരെല്ലാം ഇങ്ങോട്ട് പോരും, കണ്ടോ. പക്ഷേ കുറെ കഴിയുമ്പോൾ ഈ വെള്ളത്തിനകത്ത് ഇമ്പ്യൂരിറ്റീസിന്റെ കോൺസെൻട്രേഷൻ കൂടിയല്ലേ, അങ്ങനെ വരുമ്പോൾ ഇത് തിരിച്ച് ഇതിനകത്തോട്ട് കയറാനിടയാണ്. അതുണ്ടാകരുതെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളം മാറ്റി വെക്കണം, വീണ്ടും വെള്ളം മാറ്റി പുതിയ വാട്ടർ ഇതിനകത്തേക്ക് വെക്കണം. അല്ലെങ്കിൽ ഈ രീതിയിൽ വെള്ളം കയറി ഇറങ്ങി പോകുന്ന റണ്ണിങ് വാട്ടർ ഉപയോഗിച്ച് വേണം ഈ പ്രോസസ്സ് നമ്മൾ നടത്താൻ. ഇതാണ് നമ്മുടെ ആദ്യം കിഡ്നിയുടെ പ്രവർത്തനം നടക്കുന്നതും ഈ രീതിയിലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡയാലിസിസ് നടത്തുന്നത്. The impurity is slowly diffused out of the bag, leaving behind pure colloidal solution. The distilled water is changed frequently to avoid accumulation of the crystalloids. Otherwise, they may start diffuse back into the bag. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് ഓരോ ഇന്റർവെല്ലിലും ഈ വാട്ടർ മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന ഇമ്പ്യൂരിറ്റീസ് തിരിച്ച് ഇതിനകത്ത് കയറാൻ ഇടയാവും. ഡയാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റിമൂവിംഗ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫ്രം ദി ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾട്ട്. ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡ് സൊല്യൂഷനിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി മാറ്റുന്നതിന് ഇതുപോലെ ഡയാലിസിസ് നടത്താം. പക്ഷേ ഡയാലിസിസ് എന്ന് പറയുന്നത് ദിവസങ്ങൾ എടുത്ത് നടക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് അത് വേഗത്തിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്നതാണ് ഇലക്ട്രോ ഡയാലിസിസ്. ദ പ്രോസസ് ഓഫ് ഡയാലിസിസ് ഈസ് ക്വയറ്റ് സ്ലോ. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഫാസ്റ്റർ ബൈ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇഫ് ദ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഇൻ ദി ഇംപ്യൂർ കൊളോയിഡ് സൊല്യൂഷൻ ഈസ് ഒൺലി ആൻ ഇലക്ട്രോലൈറ്റ്. ഇതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുള്ള അയോണുകളാണെങ്കിൽ അവരെ വേഗത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇലക്ട്രോ ഡയാലിസിസ്. അതിനെന്ത് ചെയ്യും, ഈ എടുത്ത് വെച്ചിരിക്കുന്ന സോൾവെന്റ് അല്ലെങ്കിൽ വാട്ടറിലേക്ക് 2 ഇലക്ട്രോഡുകൾ വെക്കും, ഒന്ന് ആനോഡും മറ്റൊന്ന് കാഥോഡും. എന്നിട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടും. അങ്ങനെ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിലെ പോസിറ്റീവ് ചാർജുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്കും നെഗറ്റീവ് ചാർജുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വേഗം പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്കും അട്രാക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിന് വെളിയിലേക്ക് വരും. അങ്ങനെ വേഗത്തിൽ പ്രോസസ്സ് നടത്താം. അങ്ങനെ വേഗത്തിൽ നടത്താൻ സഹായിക്കുന്നതാണ് ഏത്, ഇലക്ട്രോ ഡയാലിസിസ്. അടുത്താണ് അൾട്രാഫിൽട്രേഷൻ. ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഫ്രം ഇമ്പ്യൂരിറ്റീസ് ബൈ സ്പെഷ്യലി പ്രിപ്പയർഡ് ഫിൽറ്റേഴ്സ് ഈസ് നോൺ ആസ് അൾട്രാ ഫിൽട്ടർ പേപ്പർ. സാധാരണ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കൊളോയിഡൽ സൊല്യൂഷൻ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിൻ്റെ ഹോളിൻ്റെ സൈസ് വലുതായതുകൊണ്ട് അതിൽ കൂടെ കൊളോയിഡൽ പാർട്ടിക്കിൾ വെളിയിലേക്ക് പോരും. എന്നാൽ കൊളോയിഡൽ സൊല്യൂഷനുകളെ ഫിൽട്ടർ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഫിൽട്ടർ പേപ്പറാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ. ആ പ്രോസസ്സിനെയാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് പ്യൂരിഫൈ ചെയ്യുന്നതിനെയാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് അവിടെ നടക്കുന്നത് നോക്കാം. ദ പോർസ് ഓഫ് ഫിൽട്ടർ പേപ്പർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ സൈസ് ബൈ ട്രീറ്റിംഗ് വിത്ത് കൊളോയിഡിയൽ സൊല്യൂഷൻ. കൊളോയിഡിയൽ സൊല്യൂഷൻ ഉപയോഗിച്ച് സാധാരണ ഫിൽട്ടർ പേപ്പറിന്റെ ഹോളിന്റെ ഫോഴ്സിന്റെ സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന സൊല്യൂഷനാണ് കൊളോഡിയോൺ സൊല്യൂഷൻ. കൊളോഡിയോൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ആണ് ഇൻ എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. ആൽക്കഹോൾ ആൻഡ് ഈതറിന്റെ മിക്സറിൽ എടുത്തിരിക്കുന്ന 4% നൈട്രോസെല്ലുലോസ് സൊല്യൂഷനെയാണ് കൊളോഡിയോൺ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് സൈസ് കുറയ്ക്കുന്നത് എന്ന് നോക്കാം. ആൻ അൾട്രാ ഫിൽട്ടർ പേപ്പർ മേ ബി പ്രിപ്പയർഡ് ബൈ സോക്കിംഗ് ദ ഫിൽട്ടർ പേപ്പർ ഇൻ എ കൊളോഡിയോൺ സൊല്യൂഷൻ, ഹാർഡനിങ് ബൈ ഫോർമാൽഡിഹൈഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡ്രൈ.
ഇറ്റ് ഈസ് ഡ്രൈങ് ഇറ്റ്. ദെൻ എന്ത് ചെയ്യുക? ഫൈനലി ഡ്രൈങ് ഇറ്റ്. എന്ത് ചെയ്യണം? അൾട്രാ ഫിൽട്ടർ പേപ്പറിനെ ആദ്യം നമ്മൾ കൊളോയിഡൽ സൊല്യൂഷനിൽ മുക്കി വയ്ക്കുന്നു. ദെൻ ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ച് അതിനെ ഹാർഡൻ ചെയ്ത ശേഷം നന്നായിട്ട് ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഹോൾസിൻ്റെ സൈസൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻ ആ ഫിൽട്ടർ പേപ്പറിൽ കൂടി താഴേക്ക് പോരാൻ സാധിക്കത്തില്ല. അപ്പം നമുക്ക് കൊളോയിഡൽ സൊല്യൂഷനെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പക്ഷേ എന്ത് ചെയ്യും? സോൾവെന്റിൻ്റെ കൂടെ താഴേക്ക് വരും. അങ്ങനെ കൊളോയിഡൽ സൊല്യൂഷനെ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് ഫിൽട്ടർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഏത് ഉപയോഗിക്കാം? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ഇനി എന്താണ് കൊളോയിഡൽ സൊല്യൂഷന്റെ പ്രത്യേകതകൾ? പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഏതാണ് പാർട്ടിക്കിൾസ് ബട്ട് നോട്ട് ഓൺ ഇറ്റ്സ് നേച്ചർ. പാർട്ടിക്കിളുകളുടെ എണ്ണത്തിനനുസരിച്ച് വ്യത്യാസം വരികയും എന്നാൽ പാർട്ടിക്കിൾ മാറിയാൽ മാറ്റമില്ലാത്തതുമായ പ്രോപ്പർട്ടിയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കണ്ടതാണ്. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഇതൊക്കെ പാർട്ടിക്കിളുകളുടെ എണ്ണം കൂടുമ്പോൾ കൂടുന്നതാണ്. എന്നാൽ പാർട്ടിക്കിൾ മാറുന്നതുകൊണ്ട് മാറ്റമില്ല. പക്ഷേ നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷനെ സംബന്ധിച്ച് പാർട്ടിക്കിളുടെ സൈസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിളുടെ നമ്പർ പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് കൊളോയിഡൽ പാർട്ടിക്കിളുകളെ സംബന്ധിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? നെഗ്ലിജിബിൾ ആണ്, കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് by a colloidal particle present in a colloidal solution. കൊളോയിഡൽ സൊല്യൂഷനിലെ കൊളോയിഡൽ പാർട്ടിക്കിളിൽ തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇതെടുത്ത് വെച്ചിരിക്കുന്ന ട്രൂ സൊല്യൂഷൻ ആണ്. ഇതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. എന്നിട്ട് ഒരു ഡാർക്ക് റൂമിൽ കൊണ്ടുവച്ചിരുന്നാൽ ട്രൂ സൊല്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റിന്റെ പാത്ത് കാണാം. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കാരണം ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിളിന്റെ സൈസ് തീരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? തീരെ ചെറുതായതുകൊണ്ട് നമ്മുടെ ലൈറ്റ് പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്യും? അതിന്റെ വേവ് ലെന്ത് തീരെ കുറവാണ്. അവരെന്ത് ചെയ്യുക ചെയ്യുന്നത്? ഈ വരുന്ന ലൈറ്റൊക്കെ ഇങ്ങനെ വന്ന് ഇതിനെ കവർ ചെയ്ത് ഒന്നുകൂടി കാണിക്കുക. ഇങ്ങനെ വന്ന് ഇതിനെ കവർ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. ഇതിനകത്തൂടെ കയറി ഇറങ്ങി പോകത്തേ ഉള്ളൂ. അപ്പം പാർട്ടിക്കിളുടെ സൈസ് എന്താന്നാ പറഞ്ഞ്? ചെറുതാന്നാ പറഞ്ഞു അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ലൈറ്റ് റേഡിയേഷനുകൾ ഇങ്ങനെ വന്ന് ഇതിനെ കവർ ചെയ്ത് ഇങ്ങനെ അങ്ങ് കടന്നു പോകും. അതേസമയം ഇവിടെ വരുമ്പോൾ പാർട്ടിക്കിളുടെ സൈസ് വളരെ വലുതാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് വരച്ചിരിക്കുന്ന കേട്ടോ. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഹൈ റിസോൾവിംഗ് പവറുള്ള മൈക്രോസ്കോപ്പ് കൊണ്ടേ കാണുന്നത്. ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഈ പാർട്ടിക്കിളുടെ സൈസ് വലുതായതുകൊണ്ട് ഈ വേവില് ഈ ലൈറ്റിന് ഇതിനെ കവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ വന്ന് ഇതെന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. ഇങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന ഈ ലൈറ്റ് റേഡിയേഷൻ ഇതിന് റൈറ്റ് ആംഗിൾ ആയിട്ട് ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളുടെ കണ്ണിൽ വന്ന് തട്ടുകയും ആ ആൾക്ക് ഇതിന്റെ പാത്ത് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൊളോയിഡൽ സൊല്യൂഷനകത്തൂടെ കടന്നു പോകുന്ന ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ പാത്ത് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? ഈ പാർട്ടിക്കിളിൽ തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്തത് കൊണ്ടാണ്. ഈ സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് ഇവർ പറഞ്ഞത് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കണ്ടു കഴിഞ്ഞത്. അതാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ scattering of light by colloidal particle present in a colloidal solution. എങ്ങനെയാണ്? If a beam of light is passed through a colloidal solution placed in dark room, the path of the light become visible when viewed at right angles to the direction of the passage of light due to the scattering of light by colloidal particle. അങ്ങനെ colloidal particle തട്ടി ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതിനെ നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയും. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിളുകൾക്ക് പ്രത്യേകിച്ച് യാതൊരു ഡയറക്ഷൻ ഒന്നുമില്ല. അവരെന്ത് ചെയ്യും? അവർക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ മൂവ് ചെയ്യും. അങ്ങനെ അവർക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് ഏത് പേര് പറയുന്നത്? ബ്രൗണിയൻ മൂവ്മെന്റ്. തോന്നുന്ന പോലെ സഞ്ചരിക്കുന്ന ആ വാക്കാണ് സിക്സാക് മൂവ്മെന്റ്. അപ്പൊ ആ വാക്കുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ഇടും. ദ സിക്സാക് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഇൻ എ മീഡിയം ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്. അങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിളുകളുടെ സിക്സാക് മൂവ്മെന്റ് പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്നതിനെയാണ് ഏത് പേര് പറയുന്നത്? ബ്രൗണിയൻ മൂവ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രൗണിയൻ മൂവ്മെന്റ് ഉണ്ടാകുന്നു? ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊന്നും ഇവിടെ നിന്ന് വന്ന് കൊളൈഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഇവിടുന്ന് അടുത്തയാൾ കൊളൈഡ് ചെയ്യും, ഇങ്ങോട്ട് പോകും. അങ്ങനെ കൊളീഷൻ നടക്കും. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഇതിനെയാണ് ഏതുവരെ പറയുന്നത്? സിക്സാക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ സിക്സാക് മൂവ്മെന്റിനെയാണ് നമ്മൾ ഏതുവരെ വിളിക്കുന്നത്? ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയും. അടുത്തത് കൊളോയിഡൽ സൊല്യൂഷൻ അടുത്ത പ്രത്യേകതയാണ് കളർ.
കളർ ഏതാണ് കാണിക്കുന്നത് എന്നത് കൊളോയിഡൽ സൊല്യൂഷനിലെ പാർട്ടിക്കിളിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പാർട്ടിക്കിളിന്റെ സൈസ് വലുതാണെങ്കിൽ അതിൽ വന്ന് തട്ടുന്ന ലൈറ്റിന്റെ കളറാണ് ആ കൊളോയിഡൽ സൊല്യൂഷൻ കാണിക്കുക. അപ്പം നമുക്ക് വയലറ്റ് ലൈറ്റ് എടുത്താൽ തന്നെ അതിനകത്ത് 7 കളറുകൾ ഉണ്ടെന്നറിയാം, വിബ്ജിയോർ അല്ലേ. അതിനകത്ത് ഓരോന്നിൻ്റെയും വേവ് ലെന്ത് വ്യത്യാസം. അപ്പം വേവ് ലെന്ത് കുറവുള്ളതാണ് ഏത്? വയലറ്റ്. അതിനാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ. വേവ് ലെന്ത് ഏറ്റവും കൂടുതലുള്ളതാണ് ഏത്? റെഡ്. അപ്പം പാർട്ടിക്കിളുകളുടെ സൈസ് തീരെ ചെറുതാണെന്ന് വിചാരിക്കുക. പാർട്ടിക്കിളുടെ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ അതേൽ തട്ടി സ്കാറ്റർ ചെയ്യുന്നത് ആരായിരിക്കും? വയലറ്റ് റീജിയനുള്ള ലൈറ്റ് അല്ലേ. കാരണം വയലറ്റ് റീജിയന്റെ വേവ് ലെന്ത് കുറവല്ലേ, അത് മാത്രമേ തട്ടി സ്കാറ്റർ ചെയ്യുള്ളൂ. സമയം റെഡ് റീജിയനുള്ള ലൈറ്റ് ഒക്കെ ഇതിനെ കവർ ചെയ്തു. അപ്പോൾ ഈ കൊളോയിഡൽ സൊല്യൂഷൻ കാണിക്കുന്ന കളർ വയലറ്റ് ബ്ലൂ റീജിയനിൽ അവ കമ്പൈൻ ചെയ്തിട്ടുള്ള കളറായിരിക്കും. നേരെ മറിച്ച് പാർട്ടിക്കിൾ സൈസ് വളരെ വലുതാണെങ്കിലോ എല്ലാം ഇതേ തട്ടി സ്കാറ്റർ ചെയ്താൽ ഇത് വൈറ്റ് ലൈറ്റ് കളറായിട്ട് കാണും. അപ്പൊ ഏത് ലൈറ്റുകളാണ് സ്കാറ്റർ ചെയ്യുന്നത് എന്നതനുസരിച്ചാണ് കൊളോയിഡൽ സൊല്യൂഷന്റെ കളറ് കാണിക്കുക. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ സൊല്യൂഷനുകളുടെ പ്രത്യേകതയാണ് അവ ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യും. അങ്ങനെ ചാർജ് ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് അവർ സ്റ്റേബിൾ ആയിരിക്കുന്നത്. കാരണം അവർക്ക് അടുത്തടുത്ത് വരാൻ പറ്റിയല്ല, സെയിം ചാർജ് അല്ലേ, അതുകൊണ്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള 2 ടൈപ്പ് കൊളോയിഡൽ സൊല്യൂഷന്റെ ഡയഗ്രമാണ് ഈ തന്നിരിക്കുന്നത്. ഇത് ഒരു ടൈപ്പ്, ഇത് അടുത്ത ടൈപ്പ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കൊളോയിഡൽ സൊല്യൂഷന് പോസിറ്റീവ് ചാർജ് ആണ്. കാരണം അതിന്റെ സർഫസിൽ ഏത് അയോണാണ് വന്നിരിക്കുന്നത്? Fe3+ എന്ന് പറയുന്ന അയോൺ വന്നിരിക്കുന്നതുകൊണ്ട് അതിന്റെ സാമ്പിളിലെ എല്ലാ ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡൽ സൊല്യൂഷനും ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ്. അപ്പൊ എല്ലാവർക്കും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് പോസിറ്റീവും തമ്മിൽ റിപ്പൽഷൻ. അപ്പൊ ഒരിക്കലും അടുത്തടുത്ത് വരാതെ ഓരോ പാർട്ടിക്കിളായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് സ്റ്റേബിൾ ആണ്. അതേസമയം ആഴ്സീനിയം സൾഫൈഡിന് കൊളോയിഡൽ സൊല്യൂഷൻ എടുത്താൽ അതിന് ഏത് ചാർജാണ്? നെഗറ്റീവ് ചാർജ് ആണ്. കാരണം അതിന്റെ സർഫസിൽ ഏത് അയോണാണ് വന്നിരിക്കുന്നത്? സൾഫൈഡ് അയോണുകളാണ് അതിന്റെ സർഫസിൽ വന്നിരിക്കുന്നത്. അതാണ് അതിന്റെ കാരണം. അങ്ങനെയുള്ള പോസിറ്റീവ് ചാർജ് കാണിക്കുന്ന കൊളോയിഡൽ സൊല്യൂഷനുകൾക്കും നെഗറ്റീവ് ചാർജ് കാണിക്കുന്ന കൊളോയിഡൽ സൊല്യൂഷനുകളുടെയും എക്സാമ്പിളുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന അതേ എക്സാമ്പിളുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജസ്റ്റ് നോക്കി പോവുക. അടുത്തത് ഇനി ഇങ്ങനെ ഇതിന്റെ പ്രത്യേകത, വെൻ 2 or more ions are present in the dispersion medium, preferential adsorption of the ion common to the colloidal particle usually takes place. When silver nitrate solution is added to potassium iodide solution, silver iodide സർഫസിൽ I- ആണ് അഡ്സോർബ് ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ 2 റിയാക്റ്റന്റുകളെ കമ്പൈൻ ചെയ്യുക. ഇവിടെ കമ്പൈൻ ചെയ്യുന്ന റിയാക്റ്റന്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ്? സിൽവർ നൈട്രേറ്റും ഏതും കൂടിയാണ്? പൊട്ടാസ്യം അയോഡൈഡും. രണ്ടും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഏതാ? സിൽവർ അയോഡൈഡ്. പക്ഷെ എങ്ങനെ അഡീഷൻ നടത്തിയത്? സിൽവർ നൈട്രേറ്റിനെ പൊട്ടാസ്യം അയോഡൈഡിനകത്തേക്കാണ് ആഡ് ചെയ്തത്. സിൽവർ നൈട്രേറ്റിനെ പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ആഡ് ചെയ്ത് എന്നിട്ടാണ് സിൽവർ അയോഡൈഡ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ സർഫസിൽ വരുന്ന അയോൺ ഏതാ? I- വരുന്നത് കൊണ്ട് ഇതിന് ഏത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക എന്നാണ് അവിടെ പറഞ്ഞത്. നേരെ മറിച്ച് സെയിം റിയാക്ഷൻ നമ്മൾ നടത്തുന്നത് വേറെ രീതിയിലാണെന്ന് വിചാരിക്കുക. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയേ. ഏതായാണ്? പൊട്ടാസ്യം അയോഡൈഡിനെ തിരിച്ച് സിൽവർ നൈട്രേറ്റിലേക്ക് ഒഴിക്കുന്നത്. പൊട്ടാസ്യം അയോഡൈഡിനെ ഏതിനകത്തേക്ക് ഒഴിക്കുക? സിൽവർ നൈട്രേറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോഴും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാ? സിൽവർ അയോഡൈഡ്. പക്ഷെ തിരിച്ചു ചേർത്തപ്പോൾ അവിടെ അഡ്സോർബ് ചെയ്ത അയോൺ ഏതായി? Ag+. അതുകൊണ്ട് അതിന്റെ ചാർജ് ഏതായി? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഒരേ കൊളോയിഡൽ സൊല്യൂഷന് തന്നെ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ വരാം. ഇതാണ് സിൽവർ അയോഡൈഡിൽ ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് വരാം, അല്ലെങ്കിൽ അതിന് ഏത് ചാർജ് വരാം? പോസിറ്റീവ് ചാർജ്. ഇത് രണ്ടാമത്തെ ലെയർ ഫോം ചെയ്യുന്ന കേസാണ്. അത് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ആദ്യത്തെ പറഞ്ഞു കേട്ടോ. അപ്പം എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ അനുസരിച്ച്, അല്ലെങ്കിൽ റിയാക്ഷൻ നടത്തുന്നത് എന്നതനുസരിച്ച് ചാർജ് വ്യത്യാസപ്പെടാം. അതേപോലെയുള്ള അടുത്ത എക്സാമ്പിളാണ് ഫെറിക് ക്ലോറൈഡിനെ ഹോട്ട് വാട്ടറിൽ ആഡ് ചെയ്യുന്നു. അപ്പം ഫെറിക് ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാവും. അതിന്റെ സർഫസിൽ പക്ഷേ അഡ്സോർബ് ചെയ്യുന്ന Fe3+ ആണ്. അതുകൊണ്ട് അതിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്. എന്നാൽ ഫെറിക് ക്ലോറൈഡിനെ ഹോട്ട് വാട്ടറിന് വരെ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. പക്ഷെ ഉണ്ടാകുന്ന കൊളോയിഡൽ സൊല്യൂഷൻ സെയിം, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. പക്ഷെ അപ്പോൾ അഡ്സോർബ് ചെയ്യുന്ന അയോൺ മാറി OH-. അതുകൊണ്ട് അതിന്റെ ചാർജ് എന്തായി? നെഗറ്റീവ് അയോൺ. അപ്പൊ എങ്ങനെയാണ് കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നതനുസരിച്ച് അതിന്റെ ചാർജ് വ്യത്യാസപ്പെടും. അതിനാണ് ഈ എക്സാമ്പിൾ കാണിച്ചത്.
അടുത്തത് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, സിൽവർ അയോഡൈഡ് എടുത്താൽ ഒന്നെങ്കിൽ അതിന്റെ സർഫസിൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഏത് ചാർജ് വരാം, പോസിറ്റീവ് ചാർജ് വരും. നെഗറ്റീവ് ചാർജ് ആണ് അഡ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി ആ സൊല്യൂഷനകത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണും ഉണ്ട്. ഫസ്റ്റ് ആര് വന്നേ ഉള്ളൂ, നെഗറ്റീവ് ചാർജുള്ള അയോണിനാണ് ടെൻഡൻസി കൂടുതൽ, അതുകൊണ്ട് അത് അഡ്സോർബ് ചെയ്തേ ഉള്ളൂ. പക്ഷേ നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ ഇവിടെ അഡ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അതിനോട് താല്പര്യമുള്ള പോസിറ്റീവ് ചാർജുള്ള Ag+ അയോൺ ആ സൊല്യൂഷനകത്തുണ്ട്, അത് ഇതിനകത്തേക്ക് വരും കണ്ടോ, എന്നിട്ട് അത് ഇതിന് ചുറ്റുമായിട്ട് നിൽക്കും. നേരെ മറിച്ച് Ag അടുത്തേക്ക് അതിന്റെ അഡീഷന്റെ രീതി അനുസരിച്ച് അതിലേക്ക് ആദ്യം അഡ്സോർബ് ചെയ്തത് പോസിറ്റീവ് ചാർജുള്ള Ag+ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ സൊല്യൂഷനകത്ത് ആരുണ്ട്, നെഗറ്റീവ് ചാർജുള്ള I- ഉണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജുള്ള I- ഈ പോസിറ്റീവ് ചാർജിനോടുള്ള അട്രാക്ഷൻ കൊണ്ട് ഇതിന്റെ ചുറ്റുപാടും വന്നു. ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ള ലെയറുകളുള്ള അയോണുകൾ ഈ കൊളോയിഡൽ സൊല്യൂഷന് ചുറ്റും വരുന്നതിനെയാണ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ദ കോമ്പിനേഷൻ ഓഫ് ദ 2 ലെയർ ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് അറൌണ്ട് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അതിന്റെ ഡയഗ്രമാണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ അതിലേക്ക് ആദ്യം അഡ്സോർബ് ചെയ്ത് പോസിറ്റീവ് ചാർജുള്ള Fe3+ അയോൺ. അങ്ങനെ Fe3+ അയോൺ വന്നു കഴിയുമ്പോൾ അതിനോട് നെഗറ്റീവ് ചാർജുള്ള Cl- അട്രാക്ഷൻ ഉണ്ടാകുകയും അത് അതിന്റെ ചുറ്റും വന്ന് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് ചാർജുകൾ കമ്പൈൻ ചെയ്ത് വരുന്നതിനെയാണ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തെ ഫസ്റ്റ് ലെയറിനെ ആണ് അതിലേക്ക് സ്ട്രോങ് ആയിട്ട് അതിലേക്ക് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് fixed layer. The first layer of ion is firmly held and is termed as fixed layer. Second layer is a mobile layer which is termed diffuse layer. ഇനി രണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ള ലെയറുകൾ, രണ്ട് ലെയറുകൾക്ക് ഓപ്പോസിറ്റ് ചാർജ് ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ. The opposite signs in a fixed and diffused layer results in a difference in potential between these layers. The potential difference between the fixed layer and diffused layer is called the electrokinetic potential അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ, എന്താണ് ഡിഫ്യൂസ്ഡ് ലെയർ, എന്താണ് ഫിക്സഡ് ലെയർ, എന്താണ് ഇലക്ട്രിക്കൽ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, ഇതെല്ലാം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. രണ്ട് ഓപ്പോസിറ്റ് ചാർജ് ലെയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് കൊളോയിഡ് സൊല്യൂഷനിലെ ഫിക്സഡ് ലെയറും അതായത് ഡിഫ്യൂസ്ഡ് ലെയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.